നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് കലയരങ്ങിൻ്റെ ദിവസം കൂടി ആയതുകൊണ്ട് സമയം വൈകി. സാരമില്ല, എനിക്കിന്ന് വളരെ ബദ്ധപ്പാടുള്ളൊരു ദിവസമായിരുന്നു. എന്നാലും ഞാനൊരു കുറിപ്പിട്. ഇന്ന് ഞാനിവിടെ എൻ്റെ ഭവനത്തിൽ വെച്ചൊരു ഒരു കറി, ഊണിനെ ഉപയോഗിക്കുന്ന ഒരു കറി തന്നെയാണ്. ഇന്നത്തെ കാലസ്ഥിതിക്കനുസരിച്ച് വേണമല്ലോ. പണ്ടൊക്കെ ഒന്നും നമ്മൾ ധരിച്ചിട്ടുണ്ടാവില്ല, നമുക്ക് ചക്കയും മാങ്ങയൊക്കെ ഉള്ള കാലത്ത് ചക്കയും മാങ്ങയൊക്കെ തന്നെ വയ്ക്കാം. പണ്ടൊന്നും നമ്മുടെ ഒന്നും ഭവനങ്ങളിൽ പച്ചക്കറി ഒന്നും കാശ് കൊടുത്ത് വാങ്ങുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. ചക്കയുടെ മാങ്ങയുടെയും കാലത്ത് ചക്കയും മാങ്ങയും, ഏത്തക്ക ചേനായുടെ കാലത്ത് അത്, താള്, തകര, തഴുതാഴ്മ, ഇതൊക്കെ പയറിൻ്റെ ഇല, ഓരോ ഇലകളും, അങ്ങനെ മത്തയുടെ ഇല, കുമ്പളത്തിൻ്റെ ഇല, അതൊക്കെ തന്നെ ആയിരുന്നല്ലോ കറികളൊക്കെ വയ്ക്കാൻ ഉപയോഗിക്കുന്നത്. ഇപ്പം ചക്കയുടെ മാങ്ങ, ചക്ക ഒരു 3-4 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ കറിക്ക് ഉപയോഗിക്കാറ്. ഏറ്റവും ആദ്യം വരുന്നത് പ്ലാച്ചക്കയാണല്ലോ. ഇത്ര നീട്ടത്തിൽ വലിയൊരു കോവയ്ക്കയോളം വലിപ്പമുള്ളത്, അത് ചിലപ്പോൾ കൊഴിഞ്ഞിങ്ങോട്ട് വീഴും താഴേക്ക്. പ്ലാച്ചക്ക എന്നതിന് പറയാം. അതിനെ കൊണ്ടുവന്നിട്ട് ഒരു വാഴയിലയിൽ പൊതിഞ്ഞ് തീക്കനലയിലിട്ട് ചുട്ട് എടുത്ത് കാന്താരി മുളകും കറിവേപ്പിൻ്റെ ഇലയും ഉള്ളിയും ഇഞ്ചിയും പുളിയും എല്ലാം കൂടെ ചേർത്ത് ഒരു ചമ്മന്തി അരയ്ക്കുന്ന ഒരു രീതി ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല സ്വാദാണ് കേട്ടോ അതിന്. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന ചക്കയുടെ പ്രായം ഇടിച്ചക്കയാണ്. ഇടിച്ചക്ക പറിച്ച് കഴിഞ്ഞാൽ ഇടിച്ചക്ക കൊണ്ടുണ്ടാവും ഒരുപാട് വിഭവങ്ങൾ. അന്നത്തെ അമ്മമാർ ഇടിച്ചക്ക തോരൻ വയ്ക്കും, ഇടിച്ചക്ക മുതിരയും കൂടെ ഒരു മുളൂഷ്യം വയ്ക്കും, ഇടിച്ചക്ക പയറും കൂടെ ഒരു മുളൂഷ്യം വയ്ക്കും, ഇടിച്ചക്ക തേങ്ങ വറുത്തരച്ചിട്ടൊരു പുളിങ്കറി വയ്ക്കും, ഇടിച്ചക്ക മാങ്ങയും കൂടി ഇട്ടിട്ടൊരു കൂട്ടാൻ വയ്ക്കും. ഇത്രയൊക്കെ എൻ്റെ ഭവനത്തിൽ ഉണ്ടാക്കാറുണ്ട്. ഞാനതൊക്കെ കഴിക്കാറുണ്ട്. ഇടിച്ചക്ക എരിശ്ശേരി വയ്ക്കും. ചക്ക എരിശ്ശേരിയുടെ പോലെ അല്ലെങ്കിൽ അല്പം വ്യത്യസ്തമായിരിക്കും കഷ്ണങ്ങളിൽ നിന്നുള്ളത്. സോ അതൊക്കെ അത് സെയിം ഇത് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ മരത്തിൽ കയറുന്ന ആൾക്കാർ ചിലപ്പോൾ തെങ്ങ് കയറാൻ അങ്ങനെയൊക്കെ വരും. വീട്ടിൽ വരുന്ന സമയത്ത് അവരോട് വല്യമ്മ പറയണ കേൾക്കാം, ആ ഒരു കൊല നിൽക്കണില്ലേടാ കുഞ്ഞയ്യപ്പ, അതിൽ 4 ചക്കയുണ്ട്, അതിൽ 2 ഇങ്ങോട്ട് താഴേക്ക് ചാടിച്ചോ എന്ന് പറയും. അപ്പോൾ അതെന്താ, അത് ഒന്ന് മൂപ്പായിട്ട് നമുക്ക് തോന്നും, അയ്യോ അതിൻ്റെ മൂപ്പ് ഒന്നും ആയിട്ടില്ലല്ലോ, അപ്പോഴേക്കും അത് ചാടിച്ചോ, അല്ല അതങ്ങോട്ട് ചാടിച്ചോ എന്ന് പറയും. എന്താ, വെട്ടി ഇങ്ങോട്ട് ഇടും താഴേക്ക്. ബാക്കിയുള്ള 2 തിങ്ങി ഞെരിങ്ങ നിൽക്കണേ 4. അപ്പോൾ അതിൽ നിന്ന് 2 ഇനി പോന്നാൽ ബാക്കിയുള്ള 2 കുറച്ച് ലൂസായിട്ട് നല്ല വലിയ ചക്കയായിട്ട് കിട്ടും. വറക്കാൻ ഫസ്റ്റ് ചക്കയാണ് പ്ലാവ്. അപ്പോൾ അത് വലുതായിരിക്കട്ടെ. ഈ താഴേക്ക് വീണ ചക്ക കൊത്ത ചക്ക എന്നാണ് പറയുക. ഇടിയൻ ചക്ക അങ്ങോട്ട് വലുതായി, ചക്കൊട്ടും മൂത്തട്ടുമില്ല ആ പ്രായം. പിന്നെ ചക്ക മൂത്തൊരു പ്രായം. അപ്പം വെട്ടിയെടുത്തിട്ട് വെട്ടി ഒരുക്കി വറക്കാനായിട്ട് ഉപയോഗിക്കും. പിന്നെ ചക്ക നല്ലോണം മൂത്ത് പുഴുക്ക് വയ്ക്കാനെടുക്കാം, അല്ലെങ്കിൽ മുളകുശ്യം വയ്ക്കാനെടുക്കാം, എരിശ്ശേരിക്ക് എടുക്കാം. ഇതൊന്നും കൂടാതെ കണ്ട് പഴുപ്പിച്ച് പുളിങ്കറി വയ്ക്കുമോ, ചക്കമടൽ പുളിങ്കറി വയ്ക്കുമോ, അങ്ങനെ പല പല വിഭവങ്ങളുണ്ട്. എനിക്കിന്നൊരു കൊത്ത ചക്കയാണ് കിട്ടിയത്. കഴിഞ്ഞൊരു ദിവസം പ്ലാവിൻ്റെ ഒരു കമ്പ് വെട്ടിയപ്പോൾ 10-20 ചക്കകൾ വീണു. അതിൽ പല പ്രായക്കാരും ഉണ്ട്. ഇടിയൻ ചക്ക തൊട്ട് പഴുത്ത ചക്ക വരെയുണ്ട്. അപ്പം അതിൽ നിന്ന് വച്ച് കിട്ടിയ ഒരു കൊത്തച്ചക്ക, ആ കൊത്തച്ചക്ക കൊണ്ട് എൻ്റെ ഭവനത്തിൽ ഉണ്ടാക്കാറുള്ള ഒരു വിഭവം, ഞാൻ കുട്ടിക്കാലത്തൊക്കെ കഴിച്ചിട്ടുള്ള വിഭവം, ഇടയ്ക്ക് ഞാനിവിടെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ചക്ക അവിയൽ, അതാണ് ഈ വിഭവത്തിൻ്റെ പേര്, ചക്ക അവിയൽ. ഇതിന് വേണ്ടതായ വിഭവങ്ങൾ: കൊത്തച്ചക്ക വെട്ടി ഒരുക്കിയെടുക്കണം. ഒരുക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ചുളയുണ്ടാകും. ആ ചുളയെ ചവനി കളഞ്ഞെടുത്തിട്ട് ഇങ്ങനെ 4 അങ്ങോട്ട് മുറിക്കുക. കഴിപ്പട്ട കട വെച്ചിട്ട് ഇങ്ങനെ 4 അങ്ങോട്ട് കീറുക. എന്നിട്ട് അങ്ങോട്ട് മലർത്തുമ്പോൾ അതിൻ്റെ ഏറ്റവും ഉൾഭാഗത്ത് നിന്ന് കുരു അങ്ങ് വേറെ എടുക്കാം. അത് ഈ കശുനണ്ടിയൊക്കെ, പച്ച കശുനണ്ടി പിളർക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള അണ്ടിപ്പരിപ്പിൻ്റെ ഒരു പ്രായമുണ്ട് വെളുത്ത നിറത്തിൽ. അതേപോലെ ആയിരിക്കും ഈ ചക്കക്കുരു. ആ ചുവന്ന മഷിയൊന്നും അങ്ങോട്ട് ആയിട്ടുണ്ടാവില്ല. ആ കുരു എടുത്തു. അത് കഴിഞ്ഞ് അതങ്ങോട്ട് പറിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ചുളയും എടുത്തു. ഇങ്ങനെ ഈ കുരുവും ചുളയുമായിട്ട് ഒരുക്കിയെടുത്ത കഷ്ണം, ആ കഷ്ണം ചില സന്ദർഭങ്ങളിൽ കൂടുതൽ കൂട്ടാനൊക്കെ വേണം എന്നുള്ള സമയത്താണെങ്കിൽ അതിൻ്റെ മടൽ ചെത്തിച്ചു കൂഞ്ഞങ്ങ് ചെത്തിക്കളഞ്ഞിട്ട് മടൽ ഇങ്ങനെ കരിമുള്ളോട് ചേർത്തെടുത്തിട്ട്
അവിയലിൻ്റെ പോലെ ആ കഷ്ണവും കൂടെ ഇതിലേക്ക് നുറുക്കി ചേർക്കാറുണ്ട്. ഞാനിന്ന് മടൽ ചേർത്തിട്ടില്ല. എനിക്ക് കുരുവും ചുളയുമായിട്ട് ആവശ്യത്തിനുള്ള കഷ്ണം കിട്ടി, ആ ഒരു കഷ്ണം. പിന്നെ വേണ്ടത് അതിലേക്ക് പുളിയുടെ ആവശ്യത്തിന് പച്ചമാങ്ങ എന്ന് പറഞ്ഞാൽ നാട്ടുമാങ്ങയാണ് നല്ലത്. തീരെ നിവർത്തില്ലെങ്കിൽ മൂവാണ്ടെണ്ണ ഇടാം, അത്ര തന്നെ ഉള്ളൂ. പക്ഷെ അത് പച്ചമാങ്ങയായിരിക്കണം. ഈ അവിയലിൻ്റെ പുളിക്ക് ആവശ്യമുള്ള മാങ്ങയാണ്. അത് കഴുകിയെടുത്തിട്ട് തൊലി കളയാതെ നുറുക്കി ഇതിനോടൊപ്പം വയ്ക്കണം. പുളി അവിയലിൻ്റെ കഷ്ണത്തിന് പാകത്തിനായ വിധത്തിൽ നുറുക്കി പച്ച മാങ്ങയും നുറുക്കി വയ്ക്കുക. ഇത് രണ്ടും കൂടെ കഴുകി വാരി പാത്രത്തിലാക്കി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് അടുപ്പത്തേക്ക് അങ്ങോട്ട് വയ്ക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഒരു മുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ട് 4 പച്ചമുളകും പച്ച ജീരകവും, അതൊന്നും അരയ്ക്കണ്ട, ഒതുക്കിയാൽ മതി. അതും വെന്ത് വരുമ്പോൾ അതിലേക്ക് ഉപ്പിട്ട് അതോടൊപ്പം ഈ അരപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് ഇളക്കി വെച്ച്, വെള്ളം കുറച്ചേ വെക്കാവൂ കേട്ടോ, ഒരുപാട് വെള്ളം വെക്കരുത്. അവിയലിന് അങ്ങനെ ഒരുപാട് വെള്ളം കൊള്ളില്ലല്ലോ. ആ വെള്ളം വച്ചെടുത്ത് കഴിഞ്ഞ് ഇറക്കി വെച്ച് പച്ചക്കറിവേപ്പിൻ്റെ ഇല ഊർത്തിടുക, പച്ച വെളിച്ചെണ്ണയും ഒഴിക്കുക. ഇതാണ് ചക്ക അവിയൽ. ഇതിൽ കഷ്ണമായിട്ട് വരുന്നത് ചക്കയും ഒരു പച്ചമാങ്ങയും മാത്രമാണ്. ഞാനൊന്നുണ്ടാക്കി ഇന്ന് ഉച്ചയ്ക്ക് ഒരു ചക്ക എനിക്ക് ചുള പറിച്ച് കിട്ടി. ഒരാൾ ഇവിടെ സഹായത്തിന് വന്നിട്ടുണ്ടായിരുന്നു, അയാൾ ചുളയെല്ലാം പറിച്ചിട്ടു. പിന്നെ ഒരിക്കൽ ഇതൊക്കെ ഞാൻ എളുപ്പമല്ലേ, ചുള അങ്ങോട്ട് 4 കീറുക, കുരു അങ്ങോട്ട് എടുത്തിടുക, ചുള അങ്ങോട്ട് എടുത്തിടുക, എളുപ്പം കഴിഞ്ഞു. ഒരിക്കലും ആ ചക്ക ഒരുക്കിയെടുത്തു, മാങ്ങയും കൂടി ചേർത്ത് ചക്ക അവിയൽ ഇന്നുണ്ടാക്കി. കണ്ടോളൂ, എല്ലാവരും കണ്ടോളൂ, ചക്ക അവിയൽ. ഇതിൻ്റെ മുകളിലൊരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ഞാനൊരു പച്ചമുളക് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം മൂവാണ്ടമാങ്ങ പഴുത്തത് പറിച്ചുകൊണ്ട് വന്നപ്പോൾ ഒരു പൂള് മാങ്ങ വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ, ഒരലങ്കാരം അത്ര തന്നെ. എനിക്ക് ഇത്രയ്ക്കൊക്കെ കലയുള്ളൂ കേട്ടോ, അത്രയ്ക്ക് അലങ്കാരമൊക്കെ ഉള്ളൂ കേട്ടോ. ഇതാണ് ചക്ക അവിയൽ. എല്ലാവരും ഒന്ന് ഓർക്കൂ. ഇതിന് വേണ്ടി ഏറ്റവും നല്ല കഷ്ണം, സാധാരണയായിട്ട് ചക്കക്കുരുവും ചുളയും ഒരുപോലെ ഒപ്പം വേവില്ല. ചുള വേഗം വേവും, കുരു പിന്നെ പതുക്കെ വേവുള്ളൂ. ഇതിലങ്ങനെയല്ല, കുരുവും ചുളയും ഒപ്പം വേവും. കാരണം മൂക്കാത്ത കുരുവാണ്, അധികം മൂക്കാത്ത ചുളയുമാണ്. ഇതിൽ ചക്കച്ചുളയും ചക്കക്കുരുവും പച്ചമാങ്ങ, നാട്ടുമാങ്ങ, പച്ചമാങ്ങ, ഇത്രയുമേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിഭവം, ചക്ക അവിയൽ. ചക്കയുടെ ഒരു ഭാഗവും നമുക്ക് കളയേണ്ടത് മാത്രമല്ല, കൊത്തച്ചക്ക എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഇത് ചില സമയത്ത് വേറൊരു വിഭവം ഉണ്ടാക്കാറുണ്ട്. ഉള്ളിയും മുളകും ഒക്കെ ഇതങ്ങോട്ട് വേവിച്ചെടുത്തിട്ട് ഉള്ളിയും മുളകും കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് ഉഴുന്നുപരിപ്പോ കടുകോ എന്തൊക്കെയോ കൂടി അങ്ങോട്ട് വറുത്തിട്ട് കൽച്ചട്ടിയിൽ വെള്ളം വറ്റിയില്ല എന്നുള്ള പാകം വരുമ്പോൾ അതിലേക്ക് അങ്ങോട്ട് ഒഴിക്കും, എന്നിട്ട് ഒന്നങ്ങോട്ട് ഇളക്കും. അതിന് പറയുന്നത് ജോലിക്ക് പുറമെ ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ അവർക്ക് കഞ്ഞി കുടിക്കുക എന്ന് പറഞ്ഞിട്ട്, കാലത്തെ കഞ്ഞി കുടിക്കുക എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. ആ കാലത്ത് കഞ്ഞി കുടിക്കുമ്പോൾ ഈ ചക്കക്കൂട്ടാൻ കൊടുക്കും, ധാരാളം കഴിക്കുകയും ചെയ്യും. അവർക്ക് ഈ ചക്കക്കൂട്ടാൻ എന്നാണ് അവർ പറയുക. ആ ചക്കക്കൂട്ടാൻ വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഭവം. അതിനും ഈ കൊത്തച്ചക്ക ഉപയോഗിക്കാറുണ്ട്. കൊത്തച്ചക്കയാണെന്ന് കരുതി കളയണ്ട, അതും നമുക്ക് ഉപയോഗിക്കാം. അതാണ് ഇതിൻ്റെ ഒരു പൊരുൾ. അപ്പോൾ എല്ലാവരും കൊത്തച്ചക്ക കിട്ടുന്ന സമയത്ത് കളയാതെ ചക്ക അവിയൽ വയ്ക്കുക. ചക്ക കൊണ്ടൊരു വിഭവം, ഇന്നത്തെ ചക്ക അവിയൽ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ചക്ക അവിയൽ നല്ല രുചിയാണ് കേട്ടോ. നന്ദി.